ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായി ശ്രീ CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ടാണ് ശ്രീ CP രാധാകൃഷ്ണൻ രാജ്യത്തിൻ്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. But from the UPSC examination perspective, we need to understand one of the unique feature of the office of the Vice President of India, and that is the office of പൊളിറ്റിക്കൽ കണ്ടിന്യൂവിറ്റി. രാഷ്ട്രീയ തുടർച്ചയുടെ കാര്യാലയം എന്നാണ് ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് അറിയപ്പെടുന്നത്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ദ ഓഫീസ് ഓഫ് പൊളിറ്റിക്കൽ കണ്ടിന്യൂവിറ്റി? തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉപരാഷ്ട്രപതിയുടെ ഓഫീസിലേക്കാണ്. ദാറ്റ് മീൻസ് ടു ദ ഓഫീസ് ഓഫ് എൻ എക്സിക്യൂട്ടീവ്. പക്ഷേ എക്സിക്യൂട്ടീവിൻ്റെ ഓഫീസിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഇദ്ദേഹം പെർഫോം ചെയ്യേണ്ട കർത്തവ്യം ലെജിസ്ലേച്ചറായ രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കുക എന്നുള്ളതാണ്. Which means the ex officio chairman of Rajya Sabha. But just imagine that if there is a vacancy in the office of the sitting president of India, അങ്ങനെയാണെങ്കിൽ രാജ്യസഭയുടെ ചെയർമാൻ്റെ കർത്തവ്യങ്ങൾ അവിടെ തൽക്കാലം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പരമാവധി 6 മാസക്കാലം വരെ ആക്ടിംഗ് പ്രസിഡൻ്റായി വീണ്ടും എക്സിക്യൂട്ടീവിൻ്റെ കർത്തവ്യങ്ങൾ പെർഫോം ചെയ്യേണ്ടതായി വരും. ആൻഡ് ദിസ് മൂവ്മെൻറ്റ് ഓഫ് ദി ഓഫീസ് ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ from the executive to the presiding officer of the legislature and then back to the executive is what do you mean by the office of political continuity?